ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് എന്താണോ ആവശ്യം അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്തില്ലെങ്കിൽ എല്ലാ കച്ചവടങ്ങളും നഷ്ടത്തിലാണ് കലാശിക്കുക. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പങ്കിടുമ്പോൾ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യുന്ന രീതിയില്ല. ആളുകൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ആളുകൾക്ക് എന്താണോ വേണ്ടത് അതാണ് ദൈവം കൊടുക്കുന്നത്. പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത്, മനുഷ്യർ ആഗ്രഹിക്കുന്നത് അവരുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, അവരുടെ മോഹങ്ങളെ താലോലിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പാലൂട്ടി വളർത്തുന്ന സന്ദേശങ്ങളാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം പങ്കിടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ആത്മാവിന് പ്രയോജനപ്പെടുന്നതാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വചനം. അപ്പോൾ തന്നെ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഈ വചനത്തിൽ വെളിപ്പെടുന്നുമുണ്ട്. എഫെസോസിലെ സഭയോടാണ് കർത്താവ് ഇപ്പോൾ സംസാരിച്ചത്. അവർക്ക് ഉപദേശം ഉണ്ടായിരുന്നു, ശുശ്രൂഷ ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം അവർക്ക് ഇല്ലായിരുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് ആദ്യ സ്നേഹമാണ്, കർത്താവിനോടുള്ള ആദ്യ സ്നേഹമാണ്. അതുകൊണ്ടാണ് ആത്മാവ് പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യത്തെ പ്രവൃത്തി സ്നേഹിക്കുക എന്നുള്ളതായിരുന്നല്ലോ. മനുഷ്യൻ എങ്ങനെയാണ് പാപത്തിൽ വീഴുന്നത്? വീണാൽ അവൻ എന്താണ് സംഭവിക്കുന്നത്? വീണവർ എന്താണ് ചെയ്യേണ്ടത്? നാം എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നമുക്കെന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്? പാപത്തിൽ വീഴുന്നത് ആരും പെട്ടെന്നല്ല, വീഴ്ച പതുക്കെയാണ് ആരംഭിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം കുറയുന്നു. അത് എങ്ങനെ മനസ്സിലാകും? പ്രാർത്ഥന കുറയുന്നതും വചനധ്യാനം കുറയുന്നതും വിശുദ്ധ ജീവിതത്തോട് വലിയ താല്പര്യം ഇല്ലാതെ പോകുന്നതും ഒരിക്കൽ ശരിയായ കാര്യങ്ങൾ ഇപ്പോൾ തെറ്റായിട്ട് തോന്നുന്നതുമൊക്കെ വാസ്തവത്തിൽ വീഴ്ചയുടെ തുടക്കമാണ്. ചെറിയ അനുസരണക്കേടുകളാണ് വലിയ വീഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ചെറിയ പാപങ്ങളെ അതുകൊണ്ട് നാം ആരും ചെറുതായി കാണരുത്. ഒരു ചെറിയ ചോർച്ച മതി വലിയൊരു കപ്പൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പതിക്കുവാൻ. അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നാം നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടത്. രണ്ടാമത്തേത്, നാം ലോകത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ നാം പാപത്തിൽ വീണുപോകും. ധനം, പ്രശസ്തി, കൂടുതൽ നമ്മേക്കാൾ മെച്ചപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ആത്മീയ ജീവിതത്തെക്കാൾ നമുക്ക് പ്രധാനമാകുമ്പോൾ നമ്മുടെ ആത്മാവ് ക്ഷയിക്കുവാൻ ആരംഭിക്കും. ദേമാസ് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് പൗലൂസിനെ വിട്ടുപോയത് എന്നുള്ളത് മറക്കരുത്. പാപത്തിലൊരു വ്യക്തി വീണാൽ എന്താണ് സംഭവിക്കുന്നത്? അവന് ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെടുകയാണ്. പാപം ആദ്യം ഹൃദയത്തിലെ സമാധാനത്തെ എടുത്തുകളയും. അവന് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടാവില്ല. സ്തോത്രം അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരുകയില്ല. ആത്മീയ സന്തോഷം അവൻ്റെ ജീവിതത്തിൽ അപ്രത്യക്ഷപ്പെടും. അങ്ങനെ യാന്ത്രികമായ ഒരു ആത്മീയ ജീവിതം, കാപട്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആരംഭിക്കും. ദൈവ സാന്നിധ്യം അവനൊരു മരീചികയായിരിക്കും. ശിംശോൻ ദൈവശക്തിയാൽ ആയിരുന്നു. എന്നാൽ പാപത്തിൽ വീണുപോയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവനതറിഞ്ഞുമില്ല. ഇന്ന് പലരും അങ്ങനെയാണ്. പാപത്തിൽ വീണ് കിടക്കുന്ന പലരും ശുശ്രൂഷിക്കുന്നു, പക്ഷേ അവരുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ല.
പാപത്തിൽ വീണാൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നഷ്ടപ്പെടുന്നത്. ദാവീദിൻ്റെ പാപം കാരണം ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് ദൂഷണം പറയുവാൻ അവസരമുണ്ടായി. ദൈവനാമം ദുഷിക്കപ്പെടും എന്നുള്ളതാണ് പാപത്തിൽ വീഴുമ്പോൾ സംഭവിക്കുന്നത്. പാപം ഒരു ബന്ധനമാകുന്നു. പാപം ഒരടിമത്തമാണ്. പാപത്തിൻ്റെ ഫലമായി ആത്മീയ മരണം സംഭവിക്കുന്നു. വീണവർ എന്താണ് ചെയ്യേണ്ടത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. കർത്താവ് മടങ്ങി വരാനുള്ള വഴി പറഞ്ഞു. മുമ്പ് എങ്ങനെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നാം ഓർക്കണം. പ്രാർത്ഥനയിൽ ആത്മഭാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കണം. ആരാധനയിൽ ഉത്സാഹം ഉണ്ടായിരുന്ന കാര്യം ഓർക്കണം. വിശുദ്ധിയോടുള്ള ദാഹം നമുക്കുണ്ടായിരുന്ന ഓർക്കണം. എന്നാൽ ഇന്ന് അതെവിടെയാണ്? മടങ്ങിവരവ് പൂർവ്വകാലത്തിലെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ആരംഭിക്കും. അതുകൊണ്ട് എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിൻ്റെ അടുത്ത ഉത്തരം മാനസാന്തരപ്പെടുക. അത് വെറുമൊരു ദുഃഖം മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ദിശ മാറുന്നതാണ്. പാപം സമ്മതിക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം, തെറ്റായ വഴികളെ ഉപേക്ഷിക്കണം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പനോട് അപ്പ ഞാൻ അപ്പനോട് പാപം ചെയ്തു എന്ന് പറയും എന്ന് പറഞ്ഞ ആ ധൂർത്തപുത്രനെ പോലെ ദൈവസന്നിധിയിലേക്ക് വരണം. ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും വചനത്തിലേക്ക് വരിക, വീണ്ടും വിശുദ്ധ ജീവിതം ആരംഭിക്കുക, വീണ്ടും ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ തുടങ്ങുക. ദൈവം വീണവനെ തള്ളിക്കളയുന്നില്ല, മടങ്ങി വരുന്നവനെ സ്വീകരിക്കാതിരിക്കുന്നുമില്ല. പത്രോസ് വീണു, പക്ഷെ കരഞ്ഞു, മാനസാന്തരപ്പെട്ടു. ദൈവം അവനെ ശക്തമായിട്ട് ഉപയോഗിക്കും. മാനസാന്തരപ്പെടാതിരുന്നാൽ എന്തു സംഭവിക്കും? ആത്മീയ വെളിച്ചം നഷ്ടപ്പെടും, നിത്യനാശം വരും. ദൈവം പിന്നീട് ഒരവസരം തന്നു എന്ന് വരികയില്ല. അതുകൊണ്ട് നമ്മുടെ വീഴ്ചയിൽ അനുദപിച്ച് ദൈവത്തിലേക്ക് എടുപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവെ, അവിടുത്തെ നല്ല വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങൾക്ക് അനുദപിക്കുവാൻ കൃപ തരണം.